ഹലോ ഹലോ ചേച്ചി. ഹലോ ഹലോ ചേച്ചി. ചേച്ചി ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു ലക്ഷ്മി. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ വേറൊരു വഴിക്ക് അറിയാൻ നോക്കിയപ്പം അത് മനസ്സിലായത് അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായത്. എന്ത് ട്രാപ്പാ ചേച്ചി? അങ്ങനെ അത് ചെയ്യോ അവൻ? അങ്ങനൊന്നും ചെയ്യില്ലെന്നാ എന്നെ ഇന്നലെ ഇല്ല. അതാ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് തന്നെയാണ് എന്റെ വിശ്വാസം ലക്ഷ്മി. കാരണം എന്താ വെച്ചാൽ 100% എന്റെ വിശ്വാസവും അത് തന്നെയാണ്. പക്ഷെ ഇത് വേറെ ഏതോ ഒരു നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഞാനും ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാണ്ട് സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മൾ ഇതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസാണ്. പക്ഷെ ഞാനിത് വേറെ ആൾക്കാരെ ത്രൂ ചോദിച്ചപ്പോ ഇത് ഒരു ട്രാപ്പാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇത് കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് ഇറക്കി എന്ന് പറയണത് തന്നെ കേൾക്കുമ്പോ തന്നെ അത് ട്രാപ്പാണെന്ന് മനസ്സിലാവും. ഒരാൾക്കാർ ഒരാളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ട് ഇറക്കില്ലല്ലോ. അപ്പൊ ഇത് വേറെ രീതിയിലുള്ള ട്രാപ്പാണ് എന്നുള്ളതാണ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു. ആലുവയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല എന്റെ അടുത്ത്. ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെയൊക്കെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. വെറുതെ ആവശ്യമില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. ഒന്നാമത് ആവശ്യത്തിൽ കൂടുതൽ. അപ്പൊ പക്ഷെ ഞാൻ അറിഞ്ഞത് ഇത് ട്രാപ്പാണ്. പിന്നെ എവിടുന്നോ നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അവിടെ തന്നെ ആവും. മിക്കവാറും അവിടെ തന്നെ അല്ല ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ലാന്ന് 100% എനിക്കറിയാം. എനിക്കും അറിയാം, ഞാൻ സംസാരിച്ച എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിലുള്ള ട്രാപ്പാണ്. പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റുന്ന ട്രാപ്പുമല്ല അത്. ഇത് പെട്ടെന്നൊന്നും ഊരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. എന്തായാലും അവനൊക്കെ നല്ല പണി അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അതിന്റെയാണ് ഇപ്പൊ അവനൊക്കെ പണി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിനക്കിട്ടും ഇനി പണി കിട്ടാൻ നിൽക്കണ്ട. അതുകൊണ്ട് അടങ്ങി അവിടെ നിൽക്കിയത് കണ്ട് പാവയെ പഠിക്കണ്ട. നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ, നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ കൊയക്കായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്, ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതെനിക്ക് വിശ്വാസം വന്നില്ല. ആ ന്യൂസ് ഒക്കെ അത്ര ഫേക്ക് ന്യൂസ് പോലെ ഉണ്ടോ? അതാണ് എല്ലാരും ചോദിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുവോ? അപ്പം കറക്റ്റ് അത് എന്താ പറയാ, അതിനുള്ള ഗട്സൊന്നും അവനില്ല. അത്ര ചെയ്യാനുള്ള ഇത് നല്ല ക്ലാസ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാ. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്നുള്ള ഒന്നും അന്വേഷിക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ കുഴപ്പമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാം കേട്ടോ. ഞാൻ വിളിക്കാം. ഓക്കെ.